ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമുക്ക് റെഡ്മി 12 5G എന്ന സ്മാർട്ട് ഫോണിനെ പരിചയപ്പെടാം. അപ്പോൾ വീഡിയോയിലേക്ക് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് പറയാം, ഈ ഒരു ഫോൺ 3 വേരിയന്റിലാണ് വരുന്നത്. 4GB 128GB സ്റ്റോറേജ്, 6GB 128GB സ്റ്റോറേജ്, 8GB 256GB സ്റ്റോറേജ്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ വേരിയന്റിന്റെ വില 4GB വേരിയന്റിന്റെ വില 11,999 ആണ്. 6GB വേരിയന്റിന്റെ 12,999. പിന്നെ നമ്മുടെ ലാസ്റ്റ് വരുന്ന 8GB 256ന്റെ വില 14,999, അതായത് 15,000 രൂപയാണ് ഇതിന്റെ വില. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഫോണാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലേക്ക് ഒന്ന് പോവാം. ഇവിടെ സാധാരണ ഉള്ള ഒരു ബോക്സ് പോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബോക്സ് വരുന്നുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരു ഫോൺ ഉണ്ടാവും. പിന്നെ നമ്മുടെ കേസ് ഉണ്ടാവും. കേസ് നമുക്കറിയാം, ട്രാൻസ്പെറന്റ് കേസ് ആണ്. ഉറപ്പായിട്ടും മഞ്ഞയാവും. പക്ഷേ ഇനിഷ്യലി നമുക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ടൊരു കേസ്. പിന്നെ സിം ഇജക്ട് ടൂള്, ചാർജർ 22 വാട്ട്സിന്റെ ചാർജർ, പിന്നെ ടൈപ്പ് എ ടു ടൈപ്പ് സി, USB കേബിൾ, പിന്നെ കുറച്ച് ഡോക്യുമെന്റേഷൻ. ഇത് ഇത്രയാണ് നമുക്ക് ബോക്സിന്റെ ഉള്ളിൽ വരുന്നത്. അപ്പം ഫോൺ നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പിന്നെ ഗ്ലാസ് ഡിസൈൻ ആയിട്ടുള്ള ഒരു ബാക്കാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. 3 ക്യാമറ ഉള്ള പോലെ നമുക്ക് തോന്നിക്കും. ഒരെണ്ണം ഫ്ലാഷ് ആണ് ആ ചെറുതായിട്ടിരിക്കുന്നത്. പക്ഷെ ഒരു ഏകദേശം ഒരു ഐഫോണിന്റെ ചെറിയൊരു ലുക്ക് പോലെയൊക്കെ തോന്നിക്കാം. പക്ഷെ നല്ലൊരു പിന്നെ ക്യാമറ കൺസോളാണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസൈൻ വൈസും അടിപൊളിയാണ്. ഏകദേശം 199 ഗ്രാം വെയിറ്റ് ഈ ഫോണിന് ഉണ്ടാവും. പോർട്സ് ആൻഡ് ബട്ടൺസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് നമുക്ക് നോയ്സ് കാൻസലേഷൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട് ഉണ്ട്, സ്പീക്കർ ഗ്രില്ലുണ്ടാവും. വലതുവശത്ത് നമുക്ക് സിം കാർഡ് പിന്നെ ട്രേ ഉണ്ടാവും. മുകൾ ഭാഗത്ത് വരുമ്പോൾ 3.5mm ജാക്കും അതുപോലെ ഇത് IR ബ്ലാസ്റ്റർ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ IR ബ്ലാസ്റ്റർ പിന്നെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ TV അതുപോലത്തെ ഉള്ള റിമോട്ട് കൺട്രോൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. വശത്തായിട്ട് നമുക്ക് വോളിയം റോക്കേഴ്സും അതുപോലെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റും ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഫോണിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഈ ഒരു ഫോൺ നിങ്ങൾക്ക് 3 കളറിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫോണാണ് ഇന്ത്യയിലെ ആദ്യത്തെ 4 നാനോമീറ്റർ സ്നാപ്ഡ്രാഗൺ 4 Gen 2 ചിപ്സെറ്റിൽ വരുന്നത്. ഇതിന്റെ ഇപ്പം ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ 6.79 കയ്യിൽ പിടിക്കുകയാണെന്നുള്ള നല്ല അത്യാവശ്യം വലിയ ഫോണായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സൈഡിൽ ആ ഒരു കർവ്ഡ് ആയിട്ടുള്ള പിന്നെ നമ്മുടെ ഒരു കറക്റ്റ് ഒരു ബാർ ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ വളരെ അടിപൊളിയായിട്ടുണ്ട്. ഇൻ ഹാൻഡ് ഫീൽ വളരെ ഗംഭീരമാണ്. പിന്നെ ഇതിൽ പിന്നെ 16GB റാം, നമുക്ക് വിർച്വൽ റാം വഴി റാം അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. മാക്സിമം ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് ഇതിൽ ഉള്ളത്. IP53യുടെ സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ്, പൊടി ചെറിയ ചെറിയ മഴകളൊക്കെ ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിസ്റ്റൽ ഗ്ലാസ് ഡിസൈൻ ആണ്, ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ AI ക്യാമറയാണ്, ഡുവൽ ക്യാമറയാണ്, 5000 mAh ബാറ്ററി, 22 വാട്ട്സിന്റെ ആണ് ചാർജർ എങ്കിലും 18 വാട്ട്സ് വരെ ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യും. പിന്നെ റെഡ്മി 12 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 4G ഇറങ്ങുന്നുണ്ട്. അപ്പോൾ മാക്സിമം 4G എടുക്കാതിരിക്കുക. 5G ഫോൺ തന്നെ നിങ്ങൾ എടുക്കുക. ഫ്യൂച്ചർ പ്രൂഫ് ആണ്. അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാം. ക്യാമറയിൽ വരുമ്പോൾ നൈറ്റ് മോഡ്, HDR മോഡ്, പോർട്രേറ്റ് മോഡ് ഇതുപോലത്തെ ഉള്ള ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ കോൾ റെക്കോർഡിംഗ് ഈ ഒരു ഇതിൽ MIUI അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് 14 ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ 15,000 രൂപയ്ക്ക് താഴെ ഒരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, 15,000 രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ 256GB വേരിയന്റ് എടുക്കുക. അതല്ല അതിൽ താഴെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും 6GB 128GB എടുക്കുക. അതിൽ 4GB വേരിയന്റ് എടുക്കാതിരിക്കുക. അപ്പോൾ സോ ഗൈസ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോണിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങുന്നെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ച് വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ 1000 രൂപയുടെ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.